ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മാത്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദിസ് റെക്ടാങ്കുലർ ബോക്സ് വിത്ത് ഗിവൺ മെഷേഴ്സ്. എന്താണ് താഴെ ഈ റെക്ടാങ്കുലർ ബോക്സ് ഈ മെഷർമെൻറ്റിൽ വരക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 5 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, എന്നിട്ട് ഈ മുകളിലേക്കുള്ള 3 സെൻറ്റിമീറ്ററും കൂടെ വരക്കുക. അവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും വരക്കുക. ഓക്കെ, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ലൈന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ 2 സെൻറ്റിമീറ്റർ ഇല്ല, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ച് ഇതെന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഈ താഴേക്കുള്ള ലൈന് വരയ്ക്കുക, ഇവിടെയും 2 സെൻറ്റിമീറ്റർ ഇത് വരയ്ക്കുക. അപ്പോൾ ഏകദേശം ഈ രൂപം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തതിൽ ബി ചോദ്യമാണ്. ഇനി അടുത്ത ബി ആണ്, വിച്ച് ഓഫ് ദ ഫോളോ ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ കൊടുത്തതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തത്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ കറക്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതെന്താണ്, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും കറക്റ്റ് ആയിരിക്കും. ഓൾ സൈഡ്സ് വിൽ ഓൾവേസ് ബി ഈക്വൽ. ഈ 4 സൈഡും ഈക്വൽ ആയിരിക്കും അല്ല, അപ്പോൾ അതെന്താണ്, അത് തെറ്റാണ്. നിയറസ്റ്റ് സൈഡ് വിൽ ബി വെർട്ടിക്കൽ ടു ഈച്ച് അതർ. എന്താണ്, നിയറസ്റ്റ് സൈഡ് എപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും, അതും ശരിയാണ്. നിയറസ്റ്റ് സൈഡ്സ് നീഡ് നോട്ട് ബി ഈക്വൽ ഓൾവേസ്. എന്താണ്, എപ്പോഴും ഈക്വൽ ആയിരിക്കേണ്ട എന്നുള്ളതാണ്, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ, സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. താഴെ എന്താണ്, കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദീസ് നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വിച്ച് വിൽ കം ജസ്റ്റ് ആഫ്റ്റർ 1,58,212 ആണ് അല്ലേ. അപ്പോൾ അതിന് ശേഷം വരുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്, അപ്പോൾ ഇതിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, ഈ നമ്പറിന് ശേഷം വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദീസ്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ നമ്പറാണ്. ഓക്കെ, ഈ നമ്പറാണ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ എബവ് നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. താഴെ എന്താണ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലെ നമ്പേഴ്സിന് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി there are 2 numbers about 10 lakh. ഇതിൽ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ലാഖിന് മുകളിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 നമ്പർ എന്ന് പറയുന്നത് 10 ലാക്സിന് മുകളിലാണോ, ആണല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത്, ദർ ഇസ് നോ നമ്പർ എബവ് 1 crore. 1 crore മുകളിൽ ഒരു നമ്പറും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദർ ഇസ് നോ നമ്പർ ബിലോ 1 million. 1 million ബിലോ ആയിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദർ ഇസ് നോ നമ്പർ എബൌട്ട് 1 million. 1 million മുകളിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡി ചോദ്യമാണുള്ളത്, വിച്ച് ഓഫ് ദ എബവ് നമ്പേഴ്സ് ഈസ് ക്ലോസ് ടു 15 lakhs. 15 lakhsന് ക്ലോസ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാണ് 15 lakhsന് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്പർ ഏതായിരുന്നു, ഈ നമ്പറാണ് അല്ലേ. ഈ നമ്പർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, 1,53,000 15 lakhs 15,37,821. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹാസ് 2 ക്വസ്റ്റ്യൻസ് ആണ്. 3Aയും Bയുമാണ് ഉള്ളത്. 3A എന്ന് പറയുന്നത് 58,472 ഈസ് 5-digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ എന്താണ്, ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ വന്നിട്ടുള്ള ഒരു 5-digit നമ്പറാണ് 58,472 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ എ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ദ ലാർജസ്റ്റ് 5-digit നമ്പർ യൂസിങ് ദീസ് ഡിജിറ്റ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള 5-digit നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ്, സിമ്പിളാണ്. ഇതിൽ ബിഗ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 8 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 8 എഴുതി കൊടുക്കുക. പിന്നെ വരുന്നത് 7 ആണ്, പിന്നെ 5, പിന്നെ 4, 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബി ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 5-digit നമ്പേഴ്സ് ഫോംഡ് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ നമ്മൾ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് സ്മോളസ്റ്റും ആയിട്ടുള്ള 5-digit നമ്പർ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് അത് മൈനസ് ചെയ്യണം. അതിൻ്റെ ഡിഫറൻസ് തമ്മിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് തമ്മിലുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ബിറ്റ്വീൻ
60,000 ആൻഡ് 70,000 എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇതിൽ സി ചോദ്യം, റൈറ്റ് എ 5-digit പാലിൻഡ്രോമിക് നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ യൂസിങ് ഓൺലി ദ ഡിജിറ്റ്സ് 8, 5 ആൻഡ് 4. അപ്പോൾ ഈ 3 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാലിൻഡ്രോമിക് നമ്പറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ കറക്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്ത് എഴുതാം, നമുക്ക് ഒരു നമ്പർ എഴുതി കൊടുക്കാം, 85,458. ഓക്കെ, അടുത്ത നമ്പർ എഴുതാം 58,485. അടുത്ത നമ്പർ എഴുതാം 45,854 എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച സെയിം ആണ്. അതിനെയാണ് പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഡി ചോദ്യം, റൈറ്റ് ഓൾ 4-digit നമ്പർ യൂസിങ് 5, 8, 4 ആൻഡ് 3 ഇൻ വിച്ച് 8 കംസ് ഇൻ ദ പ്ലേസ് ഓഫ് 10. 10ൻ്റെ പ്ലേസിൽ എന്ത് വരണം, 8 എന്നുള്ളത് വരണം. ഓക്കെ, അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ എടുത്ത് ഒരു 4-digit നമ്പറാണ് എഴുതാൻ വേണ്ടി പറഞ്ഞുള്ളത്. 4-digit നമ്പർ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം, 1 5843. ഇതിലെ 100ൻ്റെ സ്ഥാനത്ത് 8 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5834. ഓക്കെ, ഇവിടെയും 8 ആണ് വന്നിട്ടുള്ളത്. ഇനി 4853 ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി 3B ആണ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 3, 0, 8, 1 ആൻഡ് 4 വിതൗട്ട് റിപ്പീറ്റേഷൻ ദ ഡിജിറ്റ്. വീണ്ടും എന്താണ്, ഇതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്, ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഈ നമ്പർ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പറായിട്ട് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ 8 എഴുതുക, പിന്നെ 4, പിന്നെ 3, 1, 0. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഫോംഡ് യൂസിങ് 3. Which of the following is the correct about the sum of the largest and smallest 5-digit numbers formed using 3, 0, 8, 1 and 4 without repetition. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്മോളസ്റ്റും ലാർജസ്റ്റും എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഡിഫറൻസ് അല്ല, സമ്മാണ് കാണേണ്ടത്. ഓക്കെ, സമ്മാണ് കാണേണ്ടത്. അപ്പോൾ സമ്മ് കാണുമ്പോൾ അതെന്താണ്, ബിലോ 1 lakh എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കൂ, 83,438 is a 5-digit palindromic number which is the written using the digit 3, 8 and 4. Write another palindromic number using the same digit. ഈ സെയിം ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു പാലിൻഡ്രോമിക് നമ്പറാണ് നമ്മളെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതുണ്ടാക്കാൻ വേണ്ടി പറ്റും, ഈ ഡിജിറ്റാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 8, 3, 4, 3, 8. ഓക്കെ, ഇത് എഴുതാം. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. എന്ത് എഴുതാം, 3, 8, 4, 8, 3. ഇതും എഴുതാൻ വേണ്ടി പറ്റും. ഇനി റൈറ്റ് 6-digit നമ്പർ ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ ഡിജിറ്റ് 3 and 8. 3ഉം 8ഉം വെച്ചുകൊണ്ട് 6th ഡിജിറ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3, 8, പിന്നെ എന്ത് എഴുതാം, അവസാനം ഏത് വരണം, 8, 3 വരണം. ഇപ്പോൾ 4-digit നമ്പർ ആയല്ലേ. ഇനി അടുത്തതും സെയിം ആയിട്ട് നമുക്ക് വരണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളവിടെ 3, 8 എന്നുള്ളത് വീണ്ടും ഇതിലെന്തോ മിസ്റ്റേക്ക് അല്ലേ, 3, 8 വീണ്ടും വരില്ല അല്ലേ. അത് എന്തോ മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 4ലെ എ ചോദ്യമാണ് നോക്കാനുള്ളത്. ഡ്രോ എ സർക്കിൾ വിത്ത് 4 cm റേഡിയസ് ആൻഡ് ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ. അപ്പോൾ 4 cm റേഡിയസ് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 cm ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ നമ്മൾ 4 cm വെച്ച് അടയാളപ്പെടുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ ഇങ്ങോട്ടും ഇതേ രീതിയിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ വായിച്ച. അപ്പോൾ 6 എണ്ണം ഉണ്ട്, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലും കൂടെ 2 എണ്ണം വരും. ഇനി അടുത്തത് 3 circles with 2 cm റേഡിയസ് ആർ ഡ്രോൺ ബിലോ. അപ്പോൾ 2 cm റേഡിയസിലുള്ള ഒരു സർക്കിളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ദാറ്റ് ഈസ് ഡ്രോൺ കണക്റ്റിംഗ് ദ സെൻറ്റർ ഓഫ് ദ 3 സർക്കിൾസ്. അപ്പോൾ 2 cm ആണ് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് 2 cm ആണ്, ഇവിടെ 2 cm, ഇവിടെ 2 cm, ഈ 2 cm. അപ്പോൾ എത്രയായി, 4ഉം 8 cm ആയല്ലേ. അഥവാ 4 × 2 എന്ന് പറയുന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അപ്പോൾ ശരിയായിട്ടുള്ളത്. ഇനി 5 ഹാസ് 2 ക്വസ്റ്റ്യൻസ് ആയി 5Aയും 5Bയും ഉണ്ട്. 5A വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 17 × 16. ഇതിന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മൾ ആൻസർസ് പറഞ്ഞു പോകാൻ കേട്ടോ. ഇനി ഇവിടെ 48 × 27 എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. 4 × 20 ചെയ്ത് നോക്കണം. എത്ര കിട്ടും, 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 2 0 ഇട്ട് കൊടുക്കുക. 8 × 20 എന്ന് പറയുന്നത് എത്രയാണ്,
160 എന്ന് കിട്ടും. ഇനി 4 × 7 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ 280 എന്ന് കിട്ടും. ഇനി 8 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ആണ് റൈറ്റ് 16 × 36 ആസ് പ്രൊഡക്റ്റ് ഓഫ് സെയിം നമ്പർ. 16 × 36 എന്ന് പറയുന്നത് ഒരു സെയിം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 16 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു എന്ത് വരും? 36 എന്ന് പറയുന്നത് 6 × 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതല്ലാതെയും 16 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു ഫോം എഴുതിയാലും മതി. ഇനി ഡി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പാറ്റേൺ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5 + 3 + 4 + 3 + 2 + 1 = 25 എന്നുള്ളതാണ് അടുത്ത പാറ്റേൺ ആയിട്ട് അതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അതിന് ശേഷമുള്ളൊരു പാറ്റേണും കൂടെ എഴുതാൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെ വരും? 1 + 2 + 3 + 4 + 5 + 6 + 5 + 4 + 3 + 2 + 1 = 36 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് 5B ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 25 × 25? 25 × 25 ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 15 × 25 + 15 × 25 എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ നോക്കൂ, 600 കിട്ടണമെങ്കിൽ നമ്മൾ 13 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ ഏതായിരിക്കും? ഇവിടെ 100 ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുന്ന ഏതാണ്? 5 ആണ്. 5 × 4 എന്ന് പറയുന്നത് 120 ആണ്. 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. സോറി, 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? 30 × 4 എന്ന് പറഞ്ഞാൽ 120 ആണ്. ഇനി ഇതിൽ സി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ് ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ 15th ലൈൻ? അപ്പോൾ ഇതിൻ്റെ 15th ലൈനിൻ്റെ സമ്മും കാണണം, അടുത്ത 2 സ്റ്റെപ്പും എഴുതണം. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് 1 + 3 + 5 + 7 + 9 എന്ന് പറയുന്നത് 25 വരും. അതിന് ശേഷം വരുന്നത് 1 + 3 + 5 + 7 + 9 + 11 എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. ഇനി 15th ലൈനിൻ്റെ നമ്പർ സം എന്ന് പറയുന്നത് 2500 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. 2500. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കോളം എയും ബിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചുള്ള വെൻ ദ എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 28 ദ പ്രൊഡക്റ്റ് ഈസ് 2128 വാട്ട് വിൽ ബി ദ നമ്പർ ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 28? എത്രയായിരിക്കും? ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി 28. അപ്പോൾ എത്ര കിട്ടും? 2156 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. ഇനി ദർ ആർ 98 ബോയ്സ് ആൻഡ് 102 ഗേൾസ് ഉണ്ട് ഒരു സ്കൂളിൽ. അവിടെ പറഞ്ഞിരുന്നത് എന്താണ്? അവർ പേപ്പർ ബാഗ് വാങ്ങിച്ചു. എൻവയോൺമെൻറ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 പേപ്പർ ബാഗിന് 12 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദിസ്? അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ 102ഉം 98ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടി? 200 കിട്ടി അല്ലേ? ഇനി 200ന് നമ്മൾ എന്ത് ചെയ്യുക? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2400 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാം നമ്മൾ നോക്കിയപ്പോൾ എല്ലാം സിമ്പിളായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.